ശ്രീ മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷത്തിൻ്റെ ആരോഗ്യവകുപ്പിന് നേരെയുള്ള വിമർശനങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു ഏകോപനമില്ലായ്മ ഉണ്ടായി എന്നും ഈ ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണ സംവിധാനവും തമ്മിൽ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്നുമൊക്കെയാണല്ലോ. നിപ്പ പടർന്നു പിടിച്ചിട്ടില്ല, ഒരു ഏകീകൃത ഏകോപന സംവിധാനത്തിലേക്ക് അതിന് നിയന്ത്രണം വഹിക്കാൻ ഏറ്റവും നല്ലത് തിരുവനന്തപുരത്താണ്. ഇതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്, ഇതൊരു ചാറ്റൽ മഴ മാത്രമാണ്. ഇനി വലിയ ആരോപണങ്ങളുടെ ഈ ഇടിയും മഴയും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ് എന്നാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളോട് ആരോഗ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ താങ്കൾ അവിടെ കൺട്രോൾ റൂമിൽ ചെന്ന് ഈ ജനപ്രതിനിധികളെ ഈ ഏകോപനത്തിൽ കണ്ണി ചേർക്കുന്നില്ല എന്നൊരു വിമർശനം ഉന്നയിച്ചപ്പോൾ കെ മുരളീധരൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് താങ്കളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ പരാതി മാറിക്കഴിഞ്ഞു? അല്ല, ഒന്ന് ഈ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു, എല്ലാവരും യോജിപ്പിച്ച് കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിപ്പ സ്ഥിരീകരിക്കപ്പെട്ട പ്രദേശത്തെ MLA ആണ് ഞാൻ. ഇതറിഞ്ഞ അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു, കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ജില്ലാ കലക്ടറും മറ്റ് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ഒക്കെ സംസാരിച്ചിരുന്നു. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ആ മണ്ഡലത്തിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നത് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിൽ സർക്കാർ നടത്തുന്ന ഏത് പ്രവർത്തനത്തിനും എല്ലാ നിലയിലുള്ള പിന്തുണയും നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകും. ഞാനിപ്പോൾ ആരോഗ്യമന്ത്രിയോട് മറ്റു കാര്യങ്ങളും ഇപ്പോൾ സംസാരിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ്. ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇവിടേക്ക് വന്നതാണ്. ഇതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നേരത്തെ ശ്രദ്ധപ്പെടുത്തി. ഇപ്പോൾ ഒന്ന്, കോഴിക്കോട് ജില്ലക്കൊരു DMO ഇല്ല. ആരോഗ്യവകുപ്പിൻ്റെ ജില്ലയുടെ അമരക്കാരനായ ഒരു വ്യക്തിക്ക് ആ പദവിയിൽ മറ്റൊരാൾക്ക് ചുമതല കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തിരുത്തപ്പെടേണ്ടതായിരുന്നു. എന്നാൽ നിപ്പ പോലുള്ള വിഷയം വന്ന് ഈ 4 ദിവസമായിട്ടും അത് തിരുത്തപ്പെട്ടില്ല, ആ പദവിയിലേക്ക് ആളെ വെച്ചില്ല. അത് ഗൗരവമേറിയൊരു പ്രശ്നമാണ്. അത് ശരിയല്ല. അടിയന്തരമായ ഒരു DMO വേണ്ടതായിരുന്നു. അത് ചെയ്യാതിരുന്നത് പ്രശ്നമുണ്ട്. അതിൽ ഇനിയിപ്പോൾ വ്യത്യസ്ത അഭിപ്രായം, DMOമാർ ഇന്ന ആളുകൾ X ആവണം, Y ആവണം എന്നൊക്കെയുള്ള ഭരണകക്ഷിയിലെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഒരു നാട്ടിലെ ജനങ്ങൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കരുത്. ഒരു DMO ചുമതല വഹിക്കുന്നതും DMO ആയി ഒരാൾ വരുന്നത് രണ്ടാണ്. കോർഡിനേഷനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അത് പ്രശ്നമാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം, DMO പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ മന്ത്രി ഇവിടെ തുടക്കം മുതലേ വരേണ്ടതായിരുന്നു, ക്യാമ്പ് ചെയ്യേണ്ടതായിരുന്നു. മന്ത്രി എന്തായാലും ഇന്ന് വന്നു, അത് നേരത്തെ വരേണ്ടതായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് 2016 മാത്രമല്ല, 2021 സർക്കാരിൻ്റെ കാലത്തും അന്ന് നിപ്പ എക്സ്പീരിയൻസ് ഉണ്ട്. 2016 അന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് നിപ്പ എക്സ്പീരിയൻസ് ഇല്ല. ആദ്യത്തെ തവണയായിരുന്നു. ശൈല ടീച്ചറായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അന്നത്തെ ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഒരു പുതിയ പ്രോട്ടോക്കോൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ജനസാന്ദ്രത കൂടിയ, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത റേറ്റുള്ള കേരളത്തിൽ ഈ കണ്ടെയ്ൻമെൻറ്റ് എന്നുള്ള നിലയിൽ സോണാക്കി അതിനെ പടരാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാട്. 2021 അത് തുടർന്നു. അന്ന് ശ്രീമതി വീണ ജോർജാണ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അന്നൊക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിച്ചാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് വേണമെന്ന് അന്ന് സർവകക്ഷി യോഗത്തിലും മറ്റും പറഞ്ഞതാണ്. അത് പൊതുവെ വന്നു. ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഞങ്ങളും അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. താഴത്ത് പഞ്ചായത്തിലൊക്കെ കോർഡിനേഷൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പം അതന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമായിരുന്നു. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല. ശ്രീ മുഹമ്മദ് റിയാസ്, അതിന് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞൊരു വിശദീകരണം, അന്നത്തെ സാഹചര്യം അല്ല ഇന്ന്. അന്ന് നിപ്പ വ്യാപിച്ചിരുന്നു, കൂടുതൽ ആശങ്കയുണ്ടായ ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല, ഒറ്റ കേസാണ് റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഏകോപനം നടത്താൻ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ്. പിന്നെ ശരിയാണ്, താങ്കൾ ഇന്നലെ പറഞ്ഞതുപോലെ കൺട്രോൾ റൂമിൽ ചെന്ന് ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും അല്ലെങ്കിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുമായി ഒരു ആശയവിനിമയത്തിനൊന്നും അനുമതി ലഭിച്ചില്ല എന്ന പരാതി, ആ കാര്യങ്ങൾ താങ്കളുമായി സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തെ കണ്ട ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ആ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഇപ്പോഴില്ല
ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണോ? അല്ല, രണ്ടാണ്. രണ്ട് നിലപാടാണല്ലോ. ഞങ്ങളുടെ നിലപാട് കണ്ടെയ്ൻമെൻറ്റ് സോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ കൺട്രോൾ റൂമിൽ നിന്നും നേരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സഹായത്താൽ ഇടപെടാറുണ്ട്. അത് ഗുണമാണ് ചെയ്യുക. ഗുണമാണോ ദോഷമാണോ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അത് ഗുണമാണ് ചെയ്യുക. മന്ത്രിമാരുൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ വിളിക്കുമ്പോൾ അവരുടെ പല ആശങ്കകളും ഉദ്യോഗസ്ഥർ വിളിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ജനപ്രതിനിധികളോട് ഷെയർ ചെയ്യുമ്പോൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരുന്നു കൊണ്ടൊരു സർക്കാർ സംവിധാനത്തിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന് കുറേ ഗുണമുണ്ട്. അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പരസ്പരം പരിചയമുള്ള പലരുമായിരിക്കും. അത് ഒരു ജനപ്രതിനിധിയോട് സംസാരിക്കുന്നത് പോലെ ഒരു ഉദ്യോഗസ്ഥരോട് സംസാരിക്കില്ല. പല കാര്യങ്ങളും പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. ഇപ്പോൾ എനിക്ക് MLA എന്നുള്ളതിൽ MLA ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഇവരെയൊക്കെ വിളിക്കാം. അങ്ങനെ വിളിക്കുന്നുമുണ്ട്. അതിലൊരു പ്രശ്നമില്ല. എന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ആശങ്കയുണ്ട്. ആ ആശങ്ക എനിക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാൻ പറ്റുന്നതല്ലല്ലോ. അതിനൊരു സർക്കാർ സംവിധാനം വേണം, മറുപടി പറയണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ തുടരുകയാണ്. എന്നാൽ തിരിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് ആ നിലപാടല്ല UDF സർക്കാരിൻ്റെ നിലപാട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയത് അത് ഉദ്യോഗസ്ഥർ തന്നെ കൈകാര്യം ചെയ്യട്ടെ. അതുകൊണ്ടാണ് മന്ത്രി പോലും ഇപ്പോൾ MLA അങ്ങനെ വേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മന്ത്രി പോലും നേരിട്ട് വിളിക്കേണ്ട എന്നുള്ള തീരുമാനം കൈക്കൊണ്ടെന്നുള്ള UDF സർക്കാർ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഞാനിപ്പോഴും ഉറപ്പിച്ചു. അതായത് ശ്രീ പറയുന്നത് ഈ ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ഇന്നലെ താങ്കൾ ഉന്നയിച്ചതുമായ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു സർക്കാർ സംവിധാനമുണ്ട്, ആ സംവിധാനം അനുസരിച്ച് ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അവർ തന്നെ അത് ചെയ്യട്ടെ, അത് തുടരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ലേ? അതെ, രണ്ട് കാഴ്ചപ്പാടാണ്. LDFന്റെ കാഴ്ചപ്പാട് ഞങ്ങൾ പറഞ്ഞു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനങ്ങൾക്കൊപ്പം നിന്ന് 24/7 എന്നുള്ളതിൽ പ്രവർത്തിക്കുന്നവരാണ് ജനപ്രതിനിധികൾ. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, പ്രവർത്തിക്കുന്നവരാണ്. അവർ കൂടുതൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളവരാണ്. അപ്പം ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ നല്ലത് ഉദ്യോഗസ്ഥർ പ്ലസ് ജനപ്രതിനിധികളുടെ ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനിലൂടെയാണ് ഇത് നല്ല നിലയിൽ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്നാൽ തിരിച്ച് അതല്ല, ഇന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ആ വിഷയത്തിലുള്ളത്. ഞങ്ങളിപ്പോഴും പറയുന്നു, ഇതിൽ കൂടുതൽ നല്ലത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലൂടെ ഈ വിഷയം പരിഹരിക്കലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.